A+ട്യൂബിലേക്ക് സ്വാഗതം. 2 ആഴ്ച മുമ്പ് ചെന്നൈയിൽ നിന്നും ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. അതിനു മുമ്പ് അവർ പലവട്ടം മെസ്സേജുകൾ അയച്ചിരുന്നു. സബ്സ്ക്രൈബറാണ് ഈ ചാനലിൻ്റെ, എല്ലാ എപ്പിസോഡുകളും കാണുന്നുണ്ട്, വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്, നേരിട്ട് സംസാരിക്കാനുണ്ട്, ദയവായി നമ്പർ തരണം എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ടുള്ള മെസ്സേജ് വന്നു. തുടർന്ന് ഇവർ ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എടുത്തു. അതിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അങ്ങനെ അതിൽ ഫേസ്ബുക്കിലൂടെ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. തുടർന്ന് മെസ്സഞ്ചർ വഴിയും എന്നോട് ഇതേ ആവശ്യം ഉന്നയിച്ചു. അങ്ങനെയാണ് ഞാൻ നമ്പർ ഒടുവിൽ കൊടുത്തപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, 7 മണിക്ക് ശേഷം മാത്രം വിളിക്കാവൂ, മറ്റൊരാളിൻ്റെ നമ്പർ കൈമാറ്റം ചെയ്യരുത് എന്നും പറഞ്ഞിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നമ്പർ വ്യാപകമായി കൊടുക്കാത്തത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് രാവിലെയും രാത്രിയും ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഫോൺ കോൾ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ആർക്കും ഞാൻ നമ്പർ കൊടുക്കാത്തത്. കോടതിക്കകത്ത് നിൽക്കുമ്പം പോലും ആളുകൾ വിളിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷനാണല്ലോ എൻ്റെ ഫസ്റ്റ് പ്രിയോറിറ്റി, അത് കഴിഞ്ഞല്ലേ ബാക്കി ചെയ്യാനുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നീട് ഞാൻ ആർക്കും നമ്പർ കൊടുക്കാതായി, അതിനെ പ്രോത്സാഹിപ്പിക്കാതെയുമായി. ചിലരാകട്ടെ സബ്സ്ക്രൈബ് ചെയ്യില്ല, ലൈക്ക് ചെയ്യില്ല, കമൻറ്റ് ചെയ്യില്ല, ഒന്നുമില്ല. ഈ നമ്പർ കിട്ടുന്നു, വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വികാസങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്ന് ഞാനത് മാറ്റി. ഇപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം, ഈ സ്ത്രീ ഒടുവിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ വിഷയം ഇത്രയേ ഉള്ളൂ. ഇവർ കോട്ടയത്താണ് താമസിക്കുന്നത്. കോട്ടയം തിരുനക്കര മൈതാനത്തിന് സമീപമായിട്ട് ഇവർക്കൊരു 12 സെൻറ്റ് സ്ഥലം ഇവരുടെ പിതാവ് ഇവർക്ക് കൊടുത്തു. പിതാവ് കോവിഡാനന്തരം പിതാവ് മരണപ്പെട്ടു പോയി. അദ്ദേഹം ഒരു ബാങ്കിൻ്റെ മാനേജരാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇവർ ചെന്നൈയിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. പിതാവ് കൊടുത്തതിന് ശേഷം ഇവർ ആ നിലവിലുള്ള കെട്ടിടം ഒന്ന് പുതുക്കിയൊക്കെ പണിതു, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി. തുടർന്ന് മരണശേഷം സ്വാഭാവികമായിട്ടും ഈ കെട്ടിടം ഇവരുടെ പേരിലേക്ക് കെട്ടിടത്തിൻ്റെ പേര് മാറ്റം അഥവാ ജമമാറ്റം നടത്തണം. അതിന് കോട്ടയം മുനിസിപ്പാലിറ്റി പോയി ജമമാറ്റം നടത്താനായി. മുനിസിപ്പാലിറ്റിയിൽ ജമമാറ്റത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ റവന്യൂ ഇൻസ്പെക്ടേഴ്സും വരില്ല എങ്കിലും മിക്ക റവന്യൂ ഇൻസ്പെക്ടേഴ്സും സൈറ്റ് പരിശോധന നടത്തും. ഇവർ ഈ ജമമാറ്റത്തിന് അഥവാ ഉടമസ്ഥാവകാശം മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏത് കെട്ടിടത്തിനെയാണോ കാണിച്ചിട്ടുള്ളത് ആ കെട്ടിടം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ, റവന്യൂ ഇൻസ്പെക്ടർ പോയി പരിശോധിക്കുന്ന കാര്യം അതാണ്. ആ കെട്ടിടം അവിടെ ഉണ്ടോ, ആ കെട്ടിടത്തിന് ഈ ലോക്കൽ ബോഡിയിൽ അഥവാ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ കൊടുത്തിട്ടുള്ള വിശദ വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ള കെട്ടിടം തന്നെയാണോ, അത് അധികമായി അതിന് നിർമ്മാണം നടത്തിയിട്ടുണ്ടോ, 1 നില 2 നിലയാക്കുക, ചെറിയ 1 മുറി 3 മുറിയാക്കുക, ഓട് മാറ്റിയിട്ട് ടെറസാക്കുക, അങ്ങനെ കുടിൽ കൊട്ടാരമാക്കുക, ഇതൊക്കെ പലരും നടത്തും. കെട്ടിട നമ്പർ ആദ്യം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സൗകര്യം പോലെ മാറ്റിക്കളയും. അതൊക്കെയാണ് ഇപ്പോൾ പിടിക്കുന്നത്. അതാണ് ഇപ്പോൾ റിപ്പോർട്ടായി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ. അത് മുൻ എപ്പിസോഡിൽ ഞാൻ കൃത്യമായും വിവരിച്ചിരുന്നു. കാണാൻ ആഗ്രഹമുള്ളവർ അത് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്, അത് പോയി കാണുക. പലയിടത്തും നോട്ടീസുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ളവർക്ക് ഉടനെ വരും, അതും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്തായാലും ഇവർ ഈ ജമമാറ്റത്തിന് കെട്ടിടത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് വേണ്ടി കൊടുത്ത അപേക്ഷയെ തുടർന്ന് കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ ഇൻസ്പെക്ടർ സ്ഥലപരിശോധന നടത്തിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇത് വെറും ഒരു കുടിൽ, ചെറിയ 1 മുറിയോ മറ്റോ ഉള്ള ഒരു ചെറിയ വീടെന്ന് പറയാവുന്നൊരു വീടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല, വീട്ടിൽ 3-4 മുറികളായി, വീട് മെച്ചപ്പെടുത്തി. പക്ഷേ അസസ്മെൻറ്റ് രജിസ്റ്റർ പ്രകാരം ചെറിയ വീടാണ്, അതിന് ചെറിയ നികുതി മാത്രമേ ഉള്ളൂ താനും. അതുകൊണ്ട് അവർ പറഞ്ഞു ഇതിന് ജമമാറ്റം അനുവദിക്കില്ല, കാരണം അനധികൃത കെട്ടിടമാണ് നിലവിൽ. അനധികൃത കെട്ടിടത്തിന് ജമമാറ്റത്തിന് സാധാരണ ലോക്കൽ ബോഡി ആ അപേക്ഷ പരിഗണിക്കേണ്ടതില്ല. ആദ്യം ആ കെട്ടിടം റെഗുലറൈസ് ചെയ്യണം. അസസ്മെൻ്റ് റെക്കോർഡിൽ ഏതൊക്കെയാണോ കൂട്ടിച്ചേർത്തത് ആ ഭാഗങ്ങൾ വരണമെങ്കിൽ ആദ്യം അതിന് ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങണം, പ്ലാന് അപ്രൂവ് ചെയ്യണം, റെഗുലറൈസേഷൻ പ്ലാൻ കൊടുക്കണം. അതായത് അത് റെഗുലറൈസ് ചെയ്യേണ്ടതാണ് കെട്ടിപ്പോയതുകൊണ്ട്. അപ്പോൾ റെഗുലറൈസേഷൻ പ്ലാനും ആപ്ലിക്കേഷനും എല്ലാം കൂടെ കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിട്ടു. ഇതോടുകൂടിയാണ് ഈ സ്ത്രീ പലയിടത്തും കയറിയിറങ്ങി. ഏതാണ്ട് 2021 മുതൽ അവർ കയറിയിറങ്ങുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു ഇതുവരെ പരിഹാരം ഉണ്ടായില്ല. കാരണം അതും പറഞ്ഞു തരാം. കാരണം
ഇപ്പോൾ ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലം ശരിക്കും റോഡ് വൈഡനിങ്ങിൽ ഉൾപ്പെടുത്തിയ സ്ഥലമാണ്. അങ്ങനെ വരുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഡിസ്റ്റൻസ് ഫ്രം റോഡ് ടു ബിൽഡിംഗ് അത് ശരിയായ രീതിയിൽ കിട്ടുകയില്ല. ഓപ്പൺ സ്പേസ് ഇല്ല. നിലവിൽ കെട്ടിട നിർമ്മാണ റെഗുലറൈസേഷൻ അപേക്ഷ പോലും പരിഗണിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത്. എന്താണ് പരിഹാരമെന്നാണ് ചോദിച്ചത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അദ്ദേഹം, അതായത് കെട്ടിടത്തിൻ്റെ ഉടമ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പോലുമായിരുന്നു. അദ്ദേഹമാണ് ഈ ചട്ടം അനുസരിച്ച്, ഒന്നുകിൽ അദ്ദേഹം ഈ സ്ഥലം വാങ്ങിയപ്പോൾ ആ കെട്ടിടം, നിലവിലുണ്ടായിരുന്ന കെട്ടിടം അവിടെ ഉണ്ടായിരിക്കാം, ആ കെട്ടിടത്തിന് നമ്പരും ഉണ്ടായിരിക്കാം. തുടർന്ന് ആ കെട്ടിടത്തിന് അദ്ദേഹം ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ മുനിസിപ്പാലിറ്റി പോകേണ്ട കാര്യമില്ലല്ലോ, ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങ് പുതുക്കി പണിതു, പെർമിറ്റൊന്നും വാങ്ങാതെ. അദ്ദേഹമാണോ ഇത് തൻ്റെ പേരിൽ കിട്ടിയതിന് ശേഷം ഈ ചെന്നൈയിലുള്ള സ്ത്രീയാണോ ചെയ്തതെന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷേ ആരായാലും അത് ചെയ്തു. അത് ചെയ്തപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ മുൻകൂർ പെർമിഷൻ ഒന്നും വാങ്ങിയില്ല. മുൻകൂർ പെർമിഷൻ വാങ്ങിയ എന്തു പറ്റും? നികുതി കൂടും. ചില സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ളവരും ഈ നികുതിയൊക്കെ കൊടുക്കാതെ എങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പലരും നോക്കുക. ചിലപ്പോൾ ഇവിടെ അത് സംഭവിച്ചേക്കാം, അഥവാ അത് തന്നെയാണെന്ന് ഞാൻ പറയണില്ല, അതാകാം, അല്ല ഒരു പക്ഷേ വീഴ്ച കൊണ്ടാകാം, എന്തോ സംതിങ് റോങ് അവിടെ സംഭവിച്ചു. തുടർന്നാണ് മുനിസിപ്പാലിറ്റി സമർത്ഥയായ ഒരു റവന്യൂ ഇൻസ്പെക്ടർ, ഞാൻ ആ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ റവന്യൂ ഇൻസ്പെക്ടറെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം കൃത്യമായും അവർ പോയി അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചിരിക്കുന്നു. ചിലയിടങ്ങളിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കണ്ണടച്ചു കൊടുക്കുന്നതിന് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അത് ഒന്നും ഇവിടെ സംഭവിച്ചില്ല. എന്തായാലും കൃത്യതയോടുകൂടി ആ റവന്യൂ ഇൻസ്പെക്ടർ പരിശോധന നടത്തി അവർ ബന്ധപ്പെട്ട അവരുടെ ഓഫീസിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. കാരണം മുനിസിപ്പാലിറ്റി ഇതുവരെ ഈ ടാക്സ് നഷ്ടം സഹിച്ചിരിക്കുകയാണ്. ഇവർ ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ തുകയാണ്. അത് എത്രയോ നാളുകളായി ഈ കെട്ടിടം അവിടെ നിൽക്കുകയാണ്, ടാക്സ് അടയ്ക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ അവരത് കൃത്യമായി നോക്കി കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ഇനി എന്ത് ചെയ്യണം, ഇത് എങ്ങനെ റെഗുലറൈസ് ചെയ്യാമെന്നാണ്. അത് ജമമാറ്റം നടത്താൻ പോയപ്പോഴാണ്, അതിനു മുമ്പൊന്നും ഇവർ അന്വേഷിക്കാൻ പോയിട്ടില്ല. ജമമാറ്റം നടത്താൻ പോയപ്പോഴാണ് ഇത് പിടികൂടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് എല്ലാ നിയമപരമായി ചെയ്യാൻ കഴിയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് കെട്ടിടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഈ UN നമ്പർ കിട്ടി, അത് അടുത്ത കാലത്ത് വേറൊരാൾ ചോദിച്ച ചോദ്യമാണ്. UN നമ്പർ കിട്ടി, ഒരു കുഴപ്പമില്ല, ഇനി ഞാൻ അത് പോയി റെഗുലറൈസ് ചെയ്യണോ എന്നുള്ളതാണ്. UN നമ്പർ കിട്ടിയ ഈ പാവം മനുഷ്യൻ അറിയുന്നില്ല, ഇരട്ടി പ്രോപ്പർട്ടി ടാക്സ് അയാൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനി വിൽക്കണമെങ്കിൽ കൂടി ബുദ്ധിമാനായ ഒരാളാണ് അത് വാങ്ങുന്നതെങ്കിൽ അദ്ദേഹം പോയി ലോക്കൽ ബോഡിയിൽ അന്വേഷിച്ച് വന്നാൽ ഈ കെട്ടിടം വാങ്ങൂല. UA ബിൽഡിംഗ് നമ്പറുള്ള ഒരു കെട്ടിടത്തിന് എന്നും തലവേദനയായിരിക്കും. അപ്പോൾ അത് റെഗുലറൈസ് ചെയ്ത് കിട്ടുന്നത് വരെ. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചത് ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ പഴയ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും കെട്ടിടം നിങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ അതിനോട് അഡീഷനായിട്ട് ആൾട്രേഷൻ വരുത്തുകയോ എക്സ്റ്റൻഷൻ വരുത്തുകയോ അതിൻ്റെ ഓക്കുപ്പൻസി ചേഞ്ച് വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും അത് ലീഗലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കാതെ പോകരുത്. എന്ന് പറഞ്ഞാൽ അത് റെഗുലറൈസ് ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ അതിന്മേലുള്ള ഏത് എക്സ്റ്റൻഷനും പെർമിഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താൽക്കാലികമായിട്ട് ആരെയെങ്കിലും സ്വാധീനിച്ച് നിങ്ങൾ ചിലപ്പോൾ പെർമിറ്റൊക്കെ ഒപ്പിച്ച് കഴിയുകയാണെന്ന് വെച്ചാലും പിന്നീട് അതിന്മേൽ പരിശോധന വന്നേക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഭാഗ്യം കൊണ്ട് പോകുമെന്ന് ചോദിച്ചാൽ ഞാനതൊരിക്കലും അഡ്വൈസ് ചെയ്യില്ല. നിങ്ങൾ ഭാഗ്യത്തിനൊന്നും വേണ്ടി കാത്തിരിക്കരുത്. അങ്ങനെ ഉള്ളത് നിങ്ങൾ നിയമപ്രകാരം തന്നെ ചെയ്യേണ്ടതുണ്ട്. അതിന് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പിടികൂടപ്പെടുന്നത്. റെഗുലറൈസ് ചെയ്യുന്ന സമയത്ത് ഏത് നിയമമാണോ ബാധകമുള്ളത് ആ ബാധകമാകും അവിടെ, ആ നിയമം ബാധകമാകും. അതായത് നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടമായിരിക്കും നിങ്ങൾ റെഗുലറൈസ് ചെയ്യുമ്പോൾ ബാധകമാക്കുക. കാരണം ആ കെട്ടിടം നേരത്തെ തന്നെ നിയമവിധേയമല്ലാതെ ഞാൻ 10 വർഷം മുമ്പ് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് 10 വർഷം മുമ്പുള്ള കെട്ടിട നിർമ്മാണ ചട്ടം എനിക്ക് അനുവദിച്ച് അതനുസരിച്ച് പെർമിറ്റ് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞാൽ നടപ്പില്ല, അത് നടക്കുകയില്ല.
കാരണം അന്നത്തെ കെട്ടിട നിർമ്മാണ ചട്ടം വെച്ചുകൊണ്ട് നിങ്ങൾ നിർമ്മിക്കണമെങ്കിൽ അത് പ്രകാരമുള്ള ബിൽഡിംഗ് പെർമിഷൻ നിങ്ങൾ വാങ്ങണം. പെർമിറ്റ് നിങ്ങൾ അപേക്ഷ കൊടുത്ത് കൃത്യമായും വാങ്ങിയിരിക്കണം. എങ്കിലല്ലേ ആ കെട്ടിട നിർമ്മാണ ചട്ടം ബാധകമാവുകയുള്ളൂ. അത് ചെയ്യാതെ ഇപ്പോൾ ഏതാണ്ട് 10, 15, 20 ഇല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് റെഗുലറൈസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വെച്ചത് എന്നാണ് എന്ന് നിങ്ങൾക്ക് പിന്നെ 15 വർഷം മുമ്പാണ്. 15 വർഷം മുമ്പുള്ള ചട്ടപ്രകാരം എനിക്ക് ഇപ്പോൾ റെഗുലറൈസ് ചെയ്യണമെന്ന് പറയാൻ യാതെങ്കിലും തരത്തിൽ ഒരു നാച്ചുറൽ ജസ്റ്റിസ് തന്നെ നിങ്ങൾക്ക് ബാധകമാവില്ല. അതുകൊണ്ട് നിശ്ചയമായും ഈ കോട്ടയത്തെ ഈ സ്ത്രീയുടെ ഒരു സ്റ്റോറി നിങ്ങളൊക്കെ ഒരു മാതൃകയാക്കണം. നിങ്ങളും നെട്ടോട്ടം ഓടാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് നിലവിലുള്ള കെട്ടിടം ഇപ്പോൾ തന്നെ UA നമ്പർ ഉണ്ടെങ്കിലും അഥവാ നമ്പരൊന്നും ഇല്ലെങ്കിൽ സുഖമാണ്, സന്തോഷമാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പോകരുത്. അത് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ്. ഇതുപോലുള്ള എപ്പിസോഡുകൾ ഇനിയും വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക.